ഇത് ബരാമസി എന്ന് പറഞ്ഞ മാങ്ങയല്ലേ? ഇത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല കൊള്ളാം, സൂപ്പർ. ഇത് നല്ല രുചികരമായ മാങ്ങയാണ്, കുഴപ്പമില്ല. ലിമേഷ് ഇത് ബരാമസി മാങ്ങയാണ്. ഇത് എല്ലാ മാസവും മാങ്ങ ഉണ്ടാറുണ്ട്. നല്ല ടേസ്റ്റി മാങ്ങ കേട്ടോ. ഇത് പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൽ ഈ പ്രാവശ്യം കായ്ച്ച ഒരു ബരാമസി മാവാണ് കേട്ടോ. ഈ ബരാമസി മാവ് നന്നായിട്ട് മാങ്ങ ഉണ്ടാവും. ഇതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ മാങ്ങകൾ പടുക്കെ നമ്മൾ കാണാനുണ്ട്. ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് മാങ്ങയുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഒരു കൊലയിലുള്ള മാങ്ങയാണ്. ഇതുപോലെ തന്നെ അവിടെ മാങ്ങ, അവിടെ അതിനുള്ളിൽ അവിടെയൊക്കെ മാങ്ങയുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് നല്ല മുകളിലത്തെ മാങ്ങ പുതുതായിട്ട് ഇപ്പോൾ മാങ്ങ ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ പൂത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇവിടെ എവിടെയൊക്കെയോ ഇപ്പോൾ പുതിയ പൂവിനെ കണ്ടിട്ടുണ്ട്. അത്തരം പൂവുകളും ഇതിന് മുകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെ മാങ്ങ ഇനിയും ഉണ്ടാവും. ഇത് കണ്ടില്ലേ, അതാ ഈ ഒരു കമ്പനി ഇതിപ്പോൾ മാങ്ങ ഉണ്ടാവുകയാണ്, പുതുതായിട്ട് പൂത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ലിനം മാവാണ്, നല്ല രുചിയുള്ള മാങ്ങയാണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വർഷം തിന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ടുണ്ടായ മാങ്ങ നമ്മളൊന്ന് പറിച്ചെടുത്ത് ഇവിടെ കൂടിയ നമ്മളെ സുഹൃത്തുക്കൾക്ക് പങ്കുവെച്ചുകൊണ്ട് തന്നെ ഇതിൽ പല സാധനങ്ങൾ വാങ്ങാൻ വന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ ഓരോ കഷ്ണം കൊടുത്തുകൊണ്ട് പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പഴയ കാലത്തൊക്കെ നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞാൽ ഒരു പുത്തരി നടത്തല്ലോ, അതേ രീതിയിലൊരു പരിപാടി എന്നാണ് ഞങ്ങൾ ഇതിന് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു മാങ്ങ പറിച്ചെടുത്ത് ഇപ്പോൾ 2 മാങ്ങയാകുമ്പോൾ പറിച്ചെടുത്ത് കൊടുക്കാൻ കഴിയും. അത് പറിച്ചെടുത്ത് അതിൻ്റെ ഓരോ ചെറിയ കഷ്ണം എല്ലാവർക്കും കൊടുത്തുകൊണ്ട് ഇത്തരം ഒരു വേദിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അത് മാങ്ങ ഞങ്ങൾ പറിച്ചെടുക്കുകയാണ് കേട്ടോ. മാങ്ങ പറിച്ചെടുത്ത് ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് കാണിക്കാം. കേട്ടോ, ഇതൊന്ന് തിന്നിട്ട് എൻ്റെ എങ്ങനെയുണ്ട് എന്ന് പറയും. ഇത് ബരാമസി എന്ന് പറഞ്ഞ മാങ്ങയല്ലേ? ഇത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല കൊള്ളാം, സൂപ്പർ. ഇത് നല്ല രുചികരമായ മാങ്ങയാണ്, കുഴപ്പമില്ല. ലിമേഷ്
ഇത് ബരാമസി മാങ്ങയാണ്. ഇത് എല്ലാ മാസവും മാങ്ങ ഉണ്ടാറുണ്ട്. നല്ല ടേസ്റ്റി മാങ്ങ കേട്ടോ. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ബരാമസി മാവേ നമ്മൾക്ക് ഡ്രമ്മിൽ അതുപോലെ വലിയ ചട്ടികളിൽ വലിയ 30 ഗ്രോ ബാഗിലൊക്കെ ചെയ്യാൻ കഴിയും. വീട്ടുമുറ്റത്തൊരു മാവ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബരാമസി ഏറ്റവും നല്ലതാണ്. ഇത് എന്താണെങ്കിലും ഗ്രോ ബാഗിൽ അതുപോലെ തന്നെ ഡ്രമ്മിലൊക്കെ 2 വർഷം കൊണ്ട് ഇത് കായലിക്ക് വരും. 2 വർഷം കൊണ്ട് കായലിക്ക് വരും. ഈ മാങ്ങക്കുള്ളൊരു പ്രത്യേകത, ഇതിൻ്റെ തൊലി നല്ല കട്ടിയുള്ള തൊലിയാണ്. ആ തൊലീൻ്റെ കട്ടിയുള്ളതുകൊണ്ട് തന്നെ അത് കണ്ടില്ല, ഇതിന് നല്ല കട്ടിയുള്ള തൊലി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ മാങ്ങ കേടാവില്ല. ഇതിന് മറ്റു പുഴുക്കുത്തുകളോ അല്ലെങ്കിൽ അത്തരം സാധനം ഇതൊന്നും കാണാനില്ല. നല്ല രുചിയുള്ളൊരു മാങ്ങയാണ്. ഇതിപ്പോൾ നല്ല രുചിയിലുള്ളൊരു ഇത് തിന്ന ആളുകളൊക്കെ തന്നെ അഭിപ്രായം പറഞ്ഞു കേട്ടല്ലോ. നല്ല രുചിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഈ ഒരു രുചിയുള്ള മാങ്ങ വീട്ടുമുറ്റത്ത് വെച്ച് 2ാമത്തെ വർഷം മുതൽ നമുക്ക് മാങ്ങ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഡ്രമ്മിലൊക്കെ വെക്കാം. ഇവിടെ വരുന്ന പല ആളുകളും ഞങ്ങൾക്ക് ആകെ 5 സെൻറ്റ് സ്ഥലമാണുള്ളത്, അല്ലെങ്കിൽ 6 സെൻറ്റ് 10 സെൻറ്റിൻ്റെ 10 സെൻറ്റിലുള്ള ആളുകളാണ് ഭൂരിപക്ഷം. 10ൻ്റെ ചുവടെയുള്ള ആളുകളാണ് ഭൂരിപക്ഷം ആളുകളും. ഒരു മാവ് വെക്കാനോ കൊണ്ടുവെക്കാനോ പോലും സൗകര്യമില്ലാത്തത്. അതുകൊണ്ടാണ് പല ആളുകളും ടെറസിൻ്റെ മുകളിലേക്ക് മാവിനെ കയറ്റിയത്. ടെറസിൻ്റെ മുകളിലൊക്കെ നമ്മൾ മാവ് കയറ്റുകയാണെങ്കിൽ അവിടെ ബരാമസി മാവിനെ പോലെയുള്ള മാവുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. കലാപ്പാടിക്ക് കൊടുക്കുക, ബരാമസിക്ക് കൊടുക്കുക, കുളമ്പൻ ശരിക്കും കട്ട് ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കുളമ്പിന് കൊടുക്കുക. അതുപോലെ തന്നെ വിദേശ മാവുകളിൽ കാട്ടിമോണിന് പരിഗണന കൊടുക്കുക. അതുപോലെ നാംടെക്കുമയ്ക്ക് കൊടുക്കുക. അങ്ങനെ ഒരു 10 ഇനം മാവ് വേരിലൊക്കെ വെക്കാൻ പറ്റിയൊരു 10 ഇനം മാവിനെ പരിചയപ്പെടുത്താനാണ് ഞാൻ അത്തരം മാവുകളെ കൂട്ടി പറഞ്ഞത്. അത്തരം മാവുകളൊക്കെ തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ. ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഞാൻ പ്രാവശ്യം ഈ മാങ്ങയപ്പം ഇന്ന് ഇവിടുന്ന് വാങ്ങ തിന്ന് കഴിഞ്ഞ 2 ആഴ്ച മുന്നേ നാംടെക്കുമൈൻ്റെ പഴുത്ത മാങ്ങ ഏറ്റവും രുചിയായിട്ട് തോന്നിയിരിക്കുന്നത്. നല്ല രുചിയുള്ള മാങ്ങ നാംടെക്കുമൈൻ്റെ മാങ്ങ തിന്ന്. അപ്പോൾ അങ്ങനെ ആണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ എല്ലാവിധ സാധനങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. ആ മാങ്ങനെ പരിചയപ്പെടുത്തലാണ് നമ്മളിത് നടത്തുന്നത്. മാങ്ങ ഇതാ ഇന്നിപ്പോൾ ഞാൻ ശരിക്കും ഒരു മാങ്ങൻ്റെ ഒരു ഉത്സവം തന്നെ നടത്തി. ഒരു മാങ്ങയാണ് 2 മാങ്ങയപ്പോൾ ഇന്ന് പറിച്ചെടുത്തതെങ്കിൽ പോലും അതൊരു നല്ലൊരു ഉത്സവ രീതിയിൽ തന്നെയാണ് എല്ലാവർക്കും കൊടുത്തുകൊണ്ടാണ് കഴിച്ചിട്ടുള്ളത്. ഇത് എല്ലാ വർഷവും ഇതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഞങ്ങളിത് മാംഗോ ഫെസ്റ്റിവൽ അടുത്ത ഏപ്രിൽ മാസത്തിൽ നടത്തുകയാണ്. ഏപ്രിൽ ഒരു 5-ൻ്റെയും 15-ൻ്റെയും ഇടയിലായിട്ട് ഞങ്ങൾ മാംഗോ ഫെസ്റ്റിവലിലേക്കാണ് പോകുന്നത്.